ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. മക്കളെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സൗണ്ട്. നമ്മളുടെ ഫിസിക്സിലെ ലാസ്റ്റ് ചാപ്റ്റർ ആണ്. ഈ ഒരു ചാപ്റ്ററിൽ നിന്നുള്ള വളരെ പ്രധാനപ്പെട്ട 10 MCQs ആണ്. അപ്പൊ നിങ്ങൾ ഈ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഇത് ഭയങ്കര രസമുള്ള ഒരു ചാപ്റ്റർ ആണ് അല്ലേ. കാരണം ബാക്കി എല്ലാ ചാപ്റ്റേഴ്സിലും നമുക്ക് വളരെ കൂടുതൽ ഇക്വേഷൻസും ഒരുപാട് തിയറികളും പഠിക്കാനുണ്ട്. പക്ഷേ സൗണ്ട് എന്ന് പറയുന്ന ചാപ്റ്റർ എടുക്കുമ്പോൾ നമുക്ക് ജസ്റ്റ് വായിച്ച് നോക്കി മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ മാത്രമാണ് അതിൽ പഠിപ്പിക്കുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ കമ്പാരിറ്റീവ്ലി വളരെ സിമ്പിൾ ആയിട്ടതും അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടതുമായിട്ടുള്ള ഒരു ചാപ്റ്റർ ആയിരിക്കും സൗണ്ട് എന്ന് പറയുന്നത്. സോ നിങ്ങളുടെ ഫേവറേറ്റ് ചാപ്റ്ററിൽ നിന്നുള്ള വളരെ പ്രധാനപ്പെട്ട 10 ചോദ്യങ്ങളാണ് ഇവിടെ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്വയം നിങ്ങളെ വിലയിരുത്തി നോക്കുക. നമ്മൾ തരുന്ന ഓരോ ചോദ്യങ്ങൾ കാണുമ്പോഴും സ്വയം നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് നോക്കുക. എന്നിട്ട് മാത്രം എൻ്റെ ആൻസറിലേക്ക് നിങ്ങൾ വരിക. സോ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. Which of the following is a mechanical wave? നമുക്കറിയാം, നമ്മൾ ലീഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് സൗണ്ടിനെ കുറിച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ചോദ്യം ഉറപ്പായിട്ടും സൗണ്ടിനെ കുറിച്ചിട്ടുള്ളതായിരിക്കും അല്ലേ. സോ മെക്കാനിക്കൽ വേവ് ആണ് സൗണ്ട് എന്ന് പറയുന്നത് കേട്ടോ. സൗണ്ട് ഇസ് എ മെക്കാനിക്കൽ വേവ്. നെക്സ്റ്റ് നോക്കാം നമുക്ക്. സൗണ്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഡാഷ് ഒബ്ജക്ട്സ്. നമുക്കറിയാം സൗണ്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ വൈബ്രേറ്റിംഗ് ഒബ്ജക്ട്സ് ആണ് അല്ലേ. വൈബ്രേറ്റിംഗ് ഒബ്ജക്ട്സ് ആണ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, sound travels faster in solids, faster in water, slower in vacuum, faster in air. നമുക്കറിയാം സൗണ്ടിന് 3 മീഡിയത്തിലൂടെയും ട്രാവൽ ചെയ്യാൻ പറ്റും അല്ലെ. സോളിഡിൽ പറ്റും, ലിക്വിഡിൽ പറ്റും, ഗ്യാസിലും പറ്റും അല്ലെ. അപ്പോൾ ഇതിൽ ഏറ്റവും ഫാസ്റ്റർ ആയിട്ട് സൗണ്ടിന് ട്രാവൽ ചെയ്യാൻ പറ്റുക, ഞാനൊക്കെ ആദ്യം വിചാരിച്ചത് അത് ഗ്യാസിലായിരിക്കും എന്നുള്ളതായിരുന്നു. പക്ഷെ അങ്ങനെയല്ല. പഠിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് ഏതിലാണ്, സോളിഡിലാണ് ഫാസ്റ്റർ ആയിട്ട് ട്രാവൽ ചെയ്യുക കേട്ടോ. അപ്പൊ ഫാസ്റ്റർ ഇൻ സോളിഡ്. നെക്സ്റ്റ്, സൗണ്ട് ക്യാൻ ട്രാവൽ ത്രൂ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. കറക്റ്റ് ആൻസർ ആണ് അല്ലെ. അതിലൂടെ എല്ലാത്തിനും എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ ട്രാവൽ ചെയ്യാൻ പറ്റും. വേവ് മോഷൻ ട്രാൻസ്ഫേഴ്സ്. ആക്ച്വലി വേവ് മോഷൻ ട്രാൻസ്ഫർ ചെയ്യുന്നത് നമുക്കറിയാം. വേവ് മോഷൻ അല്ലെ. ഈ ഒരു സൗണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്, മോഷൻ ആണ് അല്ലെ. മോഷൻ ആണ്, അതൊക്കെ നമുക്കറിയാം. വേവിന്റെ മോഷൻ ആണ്. അപ്പൊ ആക്ച്വലി ഈ ട്രാൻസ്ഫേഴ്സ് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഒരാൾ പറയുന്ന സൗണ്ട് മറ്റൊരാളുടെ ചെവിയിലേക്ക് എത്തുന്നത് ഡ്യൂ ടു ദ വേവ് മോഷൻ ആണ് അല്ലെ. അപ്പൊ എന്താണ് എത്തിക്കുന്നത്, നമ്മൾ പറയുന്ന സൗണ്ട് ആണ് എന്താണ് എത്തിക്കുന്നത്, ആക്ച്വലി എത്തിക്കുന്നത് അതിന്റെ എനർജിയാണ് ഇവിടെ നിന്നും അങ്ങോട്ട് പാസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ എനർജിയാണ് കേട്ടോ, എനർജിയാണ്. നെക്സ്റ്റ് നോക്കാം നമുക്ക്. ഇൻഫ്രാസോണിക് വേവ്സ് ഹാവ് ഫ്രീക്വൻസി. നമ്മൾ ഓഡിബിൾ റേഞ്ച് എന്ന് പറയുന്ന ഒരു റേഞ്ച് പറയുന്നുണ്ട് അല്ലെ. അതിന്റെ കൂടെ തന്നെ പറയുന്നതാണ് ഇൻഓഡിബിൾ റേഞ്ച്, നമുക്ക് കേൾക്കാൻ പറ്റാത്തത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ മനുഷ്യന്മാരുടെ പ്രത്യേകത എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ മനുഷ്യന്മാരല്ല നമ്മൾ ജീവികളുടെ ഒക്കെ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾക്ക് എല്ലാ സൗണ്ടുകളും കേൾക്കാൻ കഴിയില്ല. അപ്പൊ മനസ്സിലാക്കി വെക്കുക, നമുക്ക് ആകെ കേൾക്കാൻ പറ്റുന്നത് 20 ഹെഡ്സിന്റെയും 20K ഹെഡ്സ്, അതായത് 20,000 ഹെഡ്സിന്റെയും ഇടയിലുള്ള സൗണ്ടുകൾ മാത്രമാണ് നമുക്ക് കേൾക്കാൻ പറ്റുക. ബാക്കി ഒരു സൗണ്ടും നമുക്ക് കേൾക്കാൻ പറ്റുന്നില്ല. ഫോർ എക്സാമ്പിൾ 20 ഹെഡ്സിൽ താഴെയുള്ള സൗണ്ട് നമുക്ക് പറ്റില്ല. അതുപോലെ 20,000 ഹെഡ്സിൽ മുകളിലുള്ള സൗണ്ടും നമുക്ക് കേൾക്കാൻ പറ്റില്ല. 20 ഹെഡ്സിൽ താഴെയുള്ള സൗണ്ടിനെയാണ് നമ്മൾ ഇൻഫ്രാസോണിക് സൗണ്ട് എന്ന് വിളിക്കുന്നത്. നമുക്ക് പറ്റൂല. പക്ഷെ പ്രാവ്, അങ്ങനെ ചില പക്ഷികൾക്കും ചില ആനിമൽസിനൊക്കെ ഈ സൗണ്ട് കേൾക്കാൻ പറ്റും. ഇനി 20,000 ഹെഡ്സിന് മുകളിലുള്ളത് ബാറ്റ്, വവ്വാലുകളൊക്കെ ഇതിന്റെ മെയിൻ ആൾക്കാരാണ് കേട്ടോ. ഈ ഒരു സൗണ്ടിനെ, ഈ സൗണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അൾട്രാസോണിക് സൗണ്ട്. അൾട്രാസോണിക് സൗണ്ട് എന്നാണ് ഇതിനെ നമ്മൾ വിളിക്കുക. അത് നമുക്ക് കേൾക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് കേൾക്കാൻ പറ്റുന്നത് ആക്ച്വലി ഈ ഒരു റേഞ്ച് മാത്രമാണ്. ഇൻഫ്രാസോണിക് വേവ് ഹാവ് ദ ഫ്രീക്വൻസി ഏതാണ്, ബിലോ 20 ഹെഡ്സ് ആണ് അല്ലെ. വാട്ട് ഈസ് ഹെഡ്സ്? ഹെഡ്സ് എന്ന് പറഞ്ഞാല് സൗണ്ടിന്റെ ഫ്രീക്വൻസിയുടെ യൂണിറ്റ് ആണ്. ഹെഡ്സ് എന്ന് പറയുന്നത് ഫ്രീക്വൻസിനെ കുറിച്ചിട്ട് പറയുന്നതാണ് കേട്ടോ. ഹെഡ്സ് എന്ന് പറയുന്ന ആരുടെ യൂണിറ്റ് ആണ്, ഫ്രീക്വൻസിന്റെ യൂണിറ്റ് ആണ്. സൗണ്ടിന് ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്. വേവ് ലെങ്ത് ഒക്കെ ഉണ്ട് അല്ലെ. വേവ് ലെങ്ത് ഉണ്ട്, ആ വേവിന് വേവ് ലെങ്ത് ഉണ്ട്. അതിന്റെ യൂണിറ്റ് മീറ്റർ ആണ്. ലാംഡ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് നമ്മൾ അതിനെ സൂചിപ്പിക്കുന്നത്. പിന്നെ അതുപോലെയുള്ളത് തന്നെയാണ് ഫ്രീക്വൻസി. അതുപോലെ മറ്റൊരാളും കൂടെ ഉണ്ട്, വെലോസിറ്റി അല്ലെ. ഇതൊക്കെ റിലേറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷനും കൂടെ നിങ്ങൾ കൂട്ടത്തിൽ പഠിച്ചു പോകണം കേട്ടോ. അതായത് നമ്മൾ മനസ്സിലാക്കണം, F = V/λ. അതായത് ഫ്രീക്വൻസി = വെലോസിറ്റി/λ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. ഇതും കൂടെ ഈ ഒരു കൂട്ടത്തിൽ നിങ്ങൾ പഠിച്ചിട്ട് വെക്കണം.
ഓക്കെ, റെഡി? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അൾട്രാസോണിക് വേവ്സ് ഹാവ് ദ ഫ്രീക്വൻസി. നമുക്ക് ഓൾറെഡി അറിയാം, എബവ് 20,000 ഹെഡ്സ് അല്ലെ, എബവ് 20,000 ഹെഡ്സ് ആണ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. വിച്ച് വേവ് പ്രോപ്പർട്ടി ഡിറ്റർമൈൻസ് ലൗഡ്നെസ്. ലൗഡ്നെസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ വോയിസ്, നമ്മളുടെ സൗണ്ടിന്റെ എന്താ പറയാ, ഉച്ചത എന്ന് പറയും, ഒച്ച എന്നൊക്കെ പറയില്ല, അതാണ് ലൗഡ്നെസ് എന്ന് കേട്ടോ. അപ്പൊ ഞാൻ രണ്ട് രീതിയിൽ നിങ്ങളോട് സംസാരിക്കുകയാണ്. എൻ്റെ ഒരു സൗണ്ടാണ് ഹലോ മക്കളെ നമ്മൾ നന്നായിട്ട് പഠിക്കണം, അത് ലൗഡ്നെസ് കുറച്ച് കുറവാണ് അല്ലേ. അപ്പൊ ഞാൻ ആ വേവിനെ വരക്കുക എന്ന് വിചാരിച്ചോളൂ, ആ വേവിനെ ഞാൻ അങ്ങനെ വരച്ചു. ഇതാണ് ഇപ്പൊ എൻ്റെ ആ ഒരു സൗണ്ട്, ഇതാണ് കേട്ടോ. ഇനി അടുത്തത് ഹലോ മക്കളെ എന്ന് പറഞ്ഞ് ഞാൻ ആർത്ത് പറയാണ്, കുറച്ചുകൂടെ ലൗഡായിട്ടാണ് ഞാൻ സംസാരിക്കുന്നെങ്കിൽ ആ വേവിനെ ഞാൻ വരക്കാൻ പോവാണ്. ഇതാ കുറച്ചുകൂടെ ഇങ്ങനെ അല്ലേ, കുറച്ചുകൂടെ ഇങ്ങനെ 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 ഉണ്ടല്ലേ, ഉണ്ട്. അപ്പോൾ മക്കൾ മനസ്സിലാക്കി വെക്കുക ഈ വേവിന് ആംപ്ലിറ്റ്യൂഡ് കൂടുതലാണ്. വാട്ട് ഈസ് ആംപ്ലിറ്റ്യൂഡ്? ഈ ഒരു ദൂരമാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡായിട്ട് പറയുന്നത് കേട്ടോ. ഇതാണ് നമ്മളുടെ ആംപ്ലിറ്റ്യൂഡ്, ഈ ഒരു ഹൈറ്റ് ആണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏതിനാണ് ലൗഡ്നെസ് കൂടുതൽ? നമുക്കറിയാം ഈ ഒരു സൗണ്ടിനാണ് ലൗഡ്നെസ് കൂടുതൽ, ബിക്കോസ് ഇതിനാണ് ആംപ്ലിറ്റ്യൂഡ് കൂടുതൽ. അപ്പൊ ആംപ്ലിറ്റ്യൂഡ് ആണ് ആക്ച്വലി നമ്മുടെ സൗണ്ടിന്റെ ലൗഡ്നെസ്സിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദിസ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, earthquake produces which kind of sound before the main shock begins? എർത്ത് സമയത്ത് ഉണ്ടാകുന്ന സൗണ്ട് വേവ് അല്ലെ, അതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഏത് കൈൻഡ് ഓഫ് സൗണ്ട് ആണെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് ഇൻഫ്രാസോണിക് സൗണ്ട് ആണ്. ഡോഗ്സിനും അതുപോലെ പ്രാവുകൾക്കൊക്കെ ഈ സൗണ്ട് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മുടെ എർത്ത് ക്വേക്കൊക്കെ തുടങ്ങുന്നതിന്റെ മുന്നേ തന്നെ ഇപ്പോൾ സിനിമയിലൊക്കെ ഉണ്ടാകും ചില എർത്ത് ക്വേക്കൊക്കെ അവരിങ്ങനെ എടുത്ത സമയത്ത് ആദ്യം അവർ കാണിക്കുക പക്ഷികളൊക്കെ പറന്നു പോകുന്നതും മൃഗങ്ങളിങ്ങനെ ഓരിയിടുന്ന സൗണ്ടൊക്കെ ആയിരിക്കും ആദ്യം. ബിക്കോസ് എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഒരു ടൈപ്പ് സൗണ്ട് ഉണ്ടാകുന്നുണ്ട്, പക്ഷെ നമ്മൾ മണ്ടന്മാർക്ക് അത് മനസ്സിലാകുന്നില്ല. ബിക്കോസ് we can't hear that, but some animals can hear that kind of sounds. അതുകൊണ്ടാണ് അവരിങ്ങനെ സൗണ്ട് ഉണ്ടാക്കുന്നതും അവർ രക്ഷപ്പെടാനുള്ള അല്ലെ എന്തൊക്കെയോ മുന്നറിയിപ്പുകളൊക്കെ നമുക്ക് തരുന്നതും അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ദാറ്റ് ഈസ് ഇൻഫ്രാസോണിക് സൗണ്ട് ആണ്. നെക്സ്റ്റ്, സൗണ്ട് കനോട്ട് ട്രാവൽ ത്രൂ. സൗണ്ടിന് ട്രാവൽ ചെയ്യാൻ പറ്റാത്തത് ഏത് മീഡിയത്തിലൂടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എയർ, വാട്ടർ, സ്പേസ്, അയൺ. അയൺ എന്ന് പറയുമ്പോൾ അത് സോളിഡ് ആണ്, വാട്ടർ അത് ലിക്വിഡ് ആണ്, എയർ അത് ഗ്യാസ് ആണ്, സ്പേസ് വാക്വം ആണ്. അപ്പൊ ഇതിലേത് മീഡിയത്തിലാണ് സൗണ്ടിന് ട്രാവൽ ചെയ്യാൻ പറ്റാത്തതെന്ന് നിങ്ങൾ ആൻസർ പറയുക. അപ്പോൾ ഇത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ ആണ്. ഇതിന് ആൻസർ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ആയിട്ട് അറിയിക്കുക, മറന്നു പോകരുത്. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം.